ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ Q&A സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പോലും ഇത്രയും അധികം റിക്വസ്റ്റ് കിട്ടിയിട്ടില്ല. ലൈക്ക് എത്ര ആൾക്കാരാണ് Q&A ചെയ്യുന്നത് പറഞ്ഞത്. ആൻഡ് ഐ വാസ് ലൈക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു 1 വീക്ക് മുന്നേ തോന്നണു ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മൾ യൂട്യൂബിൽ. ഞാനൊരു Q&A ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ സത്യമായിട്ട് ഞാൻ ആവോടെ വിചാരിച്ചൊരു 10-15 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇഷ്ടംപോലെ ചോദ്യം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും എനിക്ക് ഇന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷെ ഞാൻ അതിൽ കുറേ റെലവൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകണം. വേഗം പോയി ഗ്ലോസ് ഇട്ട് വന്നേ. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, 20,000 സബ്സ്ക്രൈബേഴ്സായി. നമ്മളെ ചാനലിൽ 20,000 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ വലിയൊരു ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം കേട്ടോ. ഞാനധികം ലൈക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ ലൈക്ക് എനിക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറാത്തോണ്ടായിരിക്കും. പക്ഷേ ഐ എം സോ ഹാപ്പി. ഒരു ദിവസം 1 മില്യൺ അടിക്കാൻ പറ്റട്ടെ. നമുക്ക് എന്തായാലും 1 മില്യൺ അടിക്കണം. ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറയേണ്ടതിൽ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അതിന് മുന്നേ ഇട്ട സമയത്ത് ഞാൻ പറയേണ്ടതിൽ 4,000 അയക്കണം. നമ്മൾ ഇനി ഇടാൻ പോകണ ഈ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് ലൈക്ക് നമ്മൾ 20 എനിക്ക് ചില നേരത്തെ നാക്കം അല്ലാണ്ട് കൊടുക്കുന്നുണ്ട്, എന്താ അറിയില്ല. 20K സബ്സ്ക്രൈബേഴ്സ്, 20,000 സബ്സ്ക്രൈബേഴ്സ് ആയി. 20,000 ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ബിലീവ് ഇറ്റ് 20,000 ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ തരാം. എനിക്കറിയാം ഞാൻ ഈ ചാനലിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. So let me give you a proper introduction about me. So എൻ്റെ പേര് അഫ്യ എന്നാണ്, അഫ്യ ഫർവീൻ. അതാണ് എൻ്റെ റിയൽ നെയിം ഓർ റിയൽ ഫുൾ നെയിം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാണ്. ഞാൻ ആക്ച്വലി വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് അരീക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനുള്ളത്. ആൻഡ് കുറേ ആൾക്കാർ ചോദിച്ചത് കോഴിക്കോടാണോ തൃശ്ശൂരാണോ എന്ന് ചോദിച്ചത്. അല്ല കേട്ടോ, ഞാൻ മലപ്പുറമാണ്. ലൈക്ക് എൻ്റെ സ്ലാങ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലേ ഞാൻ മലപ്പുറമാണെന്നുള്ളത്. ഐം ഫ്രം മലപ്പുറം. പഠിക്കുകയാണോ ചോദിച്ചിരിക്കണത്? യെസ്, ഞാൻ പഠിക്കുകയാണ്. ഞാൻ ഡിഗ്രി 3rd ഇയർ ആണ് പഠിക്കണത്. ഞാൻ BBA ആണ് പഠിക്കുന്നത്. BBA HR ആണ് ഞാൻ എടുത്തത്. ഏജ് എത്രയാണ് ചോദിച്ചിരിക്കണത്? എനിക്ക് 20 വയസ്സായി. 21 വയസ്സാകുമ്പോൾ പോവാണ്. കുറച്ച് മാസം കഴിഞ്ഞാൽ എനിക്ക് 21 വയസ്സാവും. എൻ്റെ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതൊരു കോസ്മെറ്റിക് ബ്രാൻഡ് തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ എനിക്ക് തുടങ്ങണം. യെസ്, ഇറ്റ്സ് മൈ അംബീഷൻ ഓർ മൈ ഫ്യൂച്ചർ ഗോൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ്. ഐ എം ദ ഓൾഡസ്റ്റ്. എനിക്കൊരു അനിയനുണ്ട്, പിന്നെ ഉമ്മയുണ്ട്, ഉപ്പുണ്ട്. നമ്മൾ 5 ആൾക്കാരാണ് എൻ്റെ കുടുംബം. നമ്മൾ ചെറിയൊരു ഫാമിലി ആയിട്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കണം. ഇൻസ്പിറേഷൻ എന്താണ് ലൈക്ക് എനിക്ക് ഓൾറെഡി ഒരു ചാനൽ വേണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ. ലൈക്ക് അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുക, കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യുക, അതൊക്കെ രസമുള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഞാൻ ഫസ്റ്റ് തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു 1 ഇയർ മുന്നേ ഞാൻ തുടങ്ങിയത്. അന്നൊന്നും റീച്ച് കയറിയില്ല, പിന്നെ ഞാൻ നിർത്തി. പിന്നെ ഇപ്പോഴാണ് ഈ ജാനുവരിയിലാണ് ഞാൻ 2ാമത് വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഇപ്പം ആക്ച്വലി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഹോബി എന്താണെന്ന് ചോദിച്ചിരിക്കണേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസൊന്നുമില്ല. ഞാൻ നന്നായി വരയ്ക്കും, നന്നായി ചിത്രം വരയ്ക്കും, പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈമിൽ ഞാൻ ഇതായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ കുറേ നേരം പാട്ട് കേട്ടിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. പിന്നെ ഞാൻ ഒരു ആക്റ്റീവ് ജിം പേഴ്സണാണ്. അതായത് ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്ന ഒരാളാണ്. നന്നായിട്ടും വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൽ ജിമ്മിൽ പോകുന്ന കാര്യമാണ്, ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ജിമ്മിൽ പോകുക പറഞ്ഞാൽ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഹോബി, അതെൻ്റെ ഒരു റുട്ടീനാണ്. യെസ്. ഇതിൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളാണോ വീഡിയോസ് ചെയ്യുന്നത്? ഇത് കുറേ ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ലൈക്ക് റിയൽ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ വീഡിയോസ് ചെയ്യുന്നത്? ലൈക്ക് ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് ഒരു 50-50 എന്ന് പറയും. കാരണം എൻ്റെ വീഡിയോസിലിടണം എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ അനിയത്തിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരു ടോപ്പിക് വെച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യല്. കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ 50-50. ഫ്യൂച്ചർ ഗോൾ എന്താണെന്ന് ചോദിച്ചിരിക്കണേ. ഫ്യൂച്ചർ ഗോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറഞ്ഞല്ലോ, എനിക്കൊരു കോസ്മെറ്റിക് ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ട്. അതിനെ സക്സസ്ഫുൾ ആക്കിയിട്ട് റൺ ആയിക്കണമെന്നുണ്ട്. One happiest and saddest moment in your life. എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് മൊമെൻറ്റ് ഞാൻ പറയട്ടെ. ഞാൻ ഭയങ്കര ഒരു മറവി രോഗമുള്ള ഒരാളാണ് ഞാൻ പറയും. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഓക്കെ, എൻ്റെ 20ാമത്തെ ബർത്ത്ഡേ പറഞ്ഞാൽ. കാരണം എൻ്റെ ഫാമിലി എനിക്ക് അന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും എനിക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ തന്നീന്. ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ലല്ലോ എൻ്റെ ബർത്ത്ഡേൻ്റെ ഇതാണ് നിന്നൊന്നും. ആൻഡ് ഐ വാസ് ലൈക്ക്
സോ ഹാപ്പി. യാ, അതെനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് കിട്ടും. ആൻഡ് ദ സാഡസ്റ്റ് മൊമെൻ്റ് ഐ വുഡ് സേ ഉണ്ടായിട്ടുണ്ട്, ബട്ട് എനിക്കത് പറയണമെന്നില്ല. ഓക്കെ, ജോബ് എന്താ ചോദിച്ചിരിക്കണത്? ഞാൻ ആക്ച്വലി ജോബ് ചെയ്യല്ല, ഞാൻ പഠിക്കുകയാണ്, ഡിഗ്രി തേർഡ് ഇയർ ആണ്. എനിക്ക് ജോബൊന്നും ഇല്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഈ പറയാൻ പോണ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദേവാരാണ്. ഞാൻ പറഞ്ഞു തരേണ്ടത് ദേവാരാണ്. ദേവ് ഇസ് ജസ്റ്റ് എൻ ഇമാജിനറി ക്യാരക്ടർ. അങ്ങനെ ഒരാളില്ല. ആൻഡ് ആ പേര് എവിടെ നിങ്ങൾക്ക് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദേവ്രിയാണി എന്ന് പറഞ്ഞ ഒരു സിംഗർ അറിയോ? ഒരു സിംഗർ ഉണ്ട് ദേവ്രിയാണി എന്ന് പറയണേ. അന്ന് ഞാൻ റാൻഡായിട്ട് ഇയാളുടെ പാട്ട് കേട്ടിരുന്നു. അപ്പം ഇനി പെട്ടെന്ന് ഒരു ക്യാരക്ടറിൻ്റെ നെയിം കിട്ടണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഈ പേര് ഇങ്ങനെ വന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഈ ദേവ് അന്നയ്ക്ക് ഇമാജിനറി ക്യാരക്ടേഴ്സ് ആട്ടോ. സോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ദേവ് ആരാ, അന്ന ആരാ, ദേവ് അന്ന തമ്മിൽ റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് ജസ്റ്റ് ഇമാജിനറി ക്യാരക്ടേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് ഇത്രയ്ക്കും കോണ്ടന്റ് ഉള്ള വീഡിയോസ് എടുക്കാനുള്ള ഐഡിയാസ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതേ വരും കേട്ടോ. നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ നമ്മളില്ലേ, അതിപ്പോൾ ഇങ്ങനെ ചോദിക്കുക, അത് നമുക്ക് എനിക്കിങ്ങനെ വരുന്നതാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ. ഇപ്പോൾ എനിക്ക് കുറേ കോണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിലും എനിക്കത് സാറ്റിസ്ഫൈ ആണ് കോണ്ടന്റ് ആയിട്ട്. ഈ കോണ്ടന്റ് ഐഡിയാസ് മാത്രമേ ഞാൻ അത് പോസ്റ്റ് ചെയ്യുള്ളൂ. സോ ഞാനിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഐഡിയാസ് എടുക്കുക. ഞാൻ കുറേ അന്വേഷിച്ച് കണ്ടെത്തി കുറേ സ്ക്രിപ്റ്റ് ചെയ്തു. അത് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ട് ഈ വീഡിയോസ് ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കും തോന്നുന്നത് മാത്രമേ ഞാൻ ഇടാറ്. കോണ്ടന്റ് ഐഡിയാസ് കുറേ കിട്ടാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക, പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, വേറെ കുറേ ആൾക്കാർ ഇടുന്ന വീഡിയോസ് ഉണ്ടാവും, അത് റെഫർ ചെയ്യാം. അപ്പോൾ കുറേ കോണ്ടന്റ് ഐഡിയാസ് കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് ഐഡിയാസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര രസമാട്ടോ. മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിച്ചേക്കണേ. ഐ എം നോട്ട് മാരീഡ്. ലൈക്ക് എനിക്ക് 20 വയസ്സുള്ളൂ. ഐ എം നോട്ട് മാരീഡ്. എന്നെ കണ്ട കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നു. നോ, ഐ എം നോട്ട്. എപ്പോഴാണ് യൂട്യൂബിൽ ഒരു ഗ്രോത്ത് കണ്ടു തുടങ്ങിയത് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു നവംബർ ഒക്ടോബറിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. ഞാൻ അങ്ങനെ ഡെയിലി പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ലൈക്ക് ആഴ്ചയിൽ 2 തവണ 3 തവണ എന്തോ പോസ്റ്റ് ചെയ്യുള്ളായിരുന്നു. ലൈക്ക് അങ്ങനെ അതിൽ ഒരു വീഡിയോക്ക് ഓൾമോസ്റ്റ് 7,000 വ്യൂസ് എന്തോ പോയി ഷോർട്സിൽ. ആ ഒരൊറ്റ ഷോർട്സിൽ നിന്ന് എനിക്ക് 350 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതിനുശേഷം പിന്നെ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഇടുന്ന വീഡിയോക്കൊക്കെ 10-5 വ്യൂസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് മെല്ലെ യൂട്യൂബ് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ റീലിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇൻസ്റ്റയിൽ പെട്ടെന്ന് റീച്ച് കയറി തുടങ്ങി. ഞാൻ കോണ്ടന്റ് സ്റ്റൈലൊക്കെ മാറ്റിയിരുന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ പെട്ടെന്ന് റീച്ച് കയറി തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ റീൽ തന്നെ ഷോർട്സ് ആയിട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് ഷോർട്സ് റീച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഈ ജാനുവരിയിലാണ് നന്നായിട്ട് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നന്നായിട്ട് റീച്ച് കയറി തുടങ്ങുന്നത് ഈ ജാനുവരിയിലാണെന്നാണ്. അത് ഞാൻ ഈ ഒരു ടൈപ്സ് ഓഫ് കണ്ടന്റ് ഇടുമ്പോഴാണ് എനിക്ക് റീച്ച് കയറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു നീച്ച് വെച്ചിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചുകൂടെ അധികം റീച്ച് കയറാറ്. യാ, യു വർ എൻ അവോയ്ഡഡ് പേഴ്സൺ ഇൻ യുവർ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓൾ ടൈം? നോ, ഐ എം നോട്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണ ഫീലിംഗ്. എനിക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിക്കണേ, അതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു എൻ്റെ +2 വരെയൊക്കെ നല്ല കുറേ അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുന്നത്. സോ ദേ ആർ സ്റ്റിൽ മൈ ഫ്രണ്ട്സ്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് അവർ തന്നെ. സോ എനിക്കറിയാം ഇങ്ങനത്തെ ഫീലിംഗ് എന്താണ്. എപ്പോഴാണ് ചാനൽ സ്റ്റാർട്ടാക്കിയത്? ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയത് ഒരു 1 ഇയർ ബാക്കാണ്. 1 ഇയർ ബാക്കാണ് കേട്ടോ. +2 ഏതായിരുന്നു സ്ട്രീം ആൻഡ് ഡിഗ്രി ഏതാ? +2 ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പൊന്നു മക്കളെ, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ സയൻസ് എടുത്തതായിരിക്കും. എന്തിനടുത്ത് നിന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ BBA ആണ് പഠിക്കുന്നത്. എനിക്കതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് പോലും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഇയർ ഒന്നും ആയ സമയത്ത്. അക്കൗണ്ടിങ്ങിന് എപ്പോഴും അറിയായിരിക്കും. കൊമേഴ്സ് എടുത്തൊക്കെയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് അറിയുന്നല്ലോ. എനിക്ക് ഇഷ്ടമല്ല സയൻസ്. ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതാണ്. ആക്ച്വലി ഫേസസ് കാനഡയുടെ കോക്കോ ക്രഷ് എന്നൊരു ഷെയ്ഡാണ്. ഞാൻ രണ്ടാമത് വാങ്ങിച്ചൊരു പുതിയ ഷെയ്ഡാണ്. ഒന്നിൻ്റെ കളഞ്ഞുപോയി, ഞാൻ കൊണ്ട് കളഞ്ഞതാണ്. സോ പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചിട്ട്, ഞാൻ ആക്ച്വലി ബോൺ ഓൺ May 28, 2005. ഞാൻ 2005 May 28 ജനിച്ചത്. അതായത് പേളിമണിയില്ലേ, പേളി ചേച്ചി ജനിച്ച അതേ ദിവസമാണ് ഞാൻ ജനിച്ചത്. നമുക്ക് രണ്ടുപേർക്കും ഒരേ ബർത്ത്ഡേ ആണ്. ഞാനിങ്ങനെ അലക്കണം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുവരെ ഒരു മിഠായി പോലും കൊടുത്തിട്ടില്ല. അല്ലാതെ ഇറ്റ്സ് ഓക്കെ. എക്സാക്ട്ലി. ഞാൻ പറഞ്ഞിട്ട് ഈ ഏപ്രിലും മെയിലും ജനിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ലക്ക്. കാരണം അവർക്ക് സ്കൂളിലൊന്നും മിഠായി കൊടുക്കണ്ട. ആക്ച്വലി എനിക്ക് ഭയങ്കര ആഗ്രഹം മിഠായി കൊടുക്കാൻ. പിന്നെ ഞാൻ വലുതായിട്ട് മനസ്സിലാക്കി ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ എന്നെ കുറച്ച് ലൈക്ക് കുഴപ്പിച്ചൊരു ചോദ്യം കേട്ടോ. ഇസ് ദർ എനി മേജർ റീസൺ ബിഹൈൻഡ് യുവർ കോൺസെപ്റ്റ്? ഇസ് ഇറ്റ് എ വുമൺ എംപവർമെന്റ്? മേക്ക് എ വീഡിയോ വൈ യു ചൂസ് ടു ഡു ദിസ് ആൻഡ് യുവർ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ഐ എം ലൈക്ക്, ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു നീസ് വെച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആൻഡ്
ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ 8 വീഡിയോസ് നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് വുമൺ എംപവർമെൻ്റ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് എനിക്ക് മേജർ റീസൺ ബിഹൈൻഡ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ ഇഷ്ടമാണ്, ഞാൻ ഇട്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഇങ്ങനെ വെച്ചിട്ടൊന്നും ഞാൻ ഇട്ടതല്ല, ഒരു കോയിൻസിഡൻസ് പോലെ ആയിപ്പോയതാണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇസ് ദർ സംതിങ് ദാറ്റ് യു ലേൺഡ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് സർപ്രൈസ്ഡ് യു ത്രൂ ദിസ് ജേർണി? യെസ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരാളെ സപ്പോർട്ട് വേണം, ലൈക്ക് എപ്പോഴും എന്നെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചത് എനിക്കൊരാളില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തായാലും അത് ചെയ്യും. എനിക്കൊരാളുടെ സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയില്ലേ ഒരാൾ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഇതായിരിക്കും. എനിക്ക് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് ഈ അടുത്തായിട്ടാണ് മനസ്സിലായത്. അത് ഞാൻ ഈ ജേർണിയിലൂടെ മനസ്സിലാക്കിയത്. ഏത് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതിനു ശേഷം ഞാനത് മനസ്സിലാക്കണം. So the next question, what part of yourself do viewers see on camera that they might not see off the camera? ഇത് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനൊരു ടോക്കിംഗ് സ്റ്റൈൽ സംസാരിക്കുന്നില്ലേ, ലൈക്ക് ഇത് ഞാൻ എൻ്റെ കൂടെ സംസാരിക്കില്ല എൻ്റെ ക്ലോസ് റിലേറ്റീവ്സോ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമാണ്. സോ ഞാൻ പുറത്തെത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടൊക്കെ അവളോട് പറഞ്ഞല്ലോ അവൻ്റെ താത്ത ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ ആക്ച്വലി നോട്ട്. ഞാൻ പുറത്തെത്തി കഴിഞ്ഞാൽ ഞാൻ നിൽക്കാറോ ഇങ്ങനെ, ഇതാണ് എൻ്റെ റെസ്റ്റിംഗ് ഫേസ്. ഞാൻ ഇങ്ങനെ അല്ലാണ്ടൊരു എക്സ്പ്രഷൻ്റെ മുഖത്ത് വെക്കൂല. സോ പെട്ടെന്നൊരാളുടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. പക്ഷെ അത് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രം കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമല്ല. അപ്പോൾ നിങ്ങൾ പിന്നെ പുറത്ത് വെച്ച് കാണുകയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് വേണ്ടിക്കൊണ്ട് ഞാൻ ആക്ച്വലി അത്ര ഒരു ഇതൊന്നുമല്ല. സോ ഈ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയായിരുന്നു സംസാരിക്കുക. സോ ഐ തിങ്ക് എൻ്റെ ഒരു ഈ ക്യാമറയുടെ പുറത്തുള്ള ഈ ഒരു ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. Has content creation changed how you see normal life? It does change. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എന്ത് കാര്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ അതിൽ കോണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കാം. എനിക്കത് എങ്ങനെയെങ്കിലും കോണ്ടന്റ് ആക്കാൻ പറ്റുമോ ഞാൻ നോക്കും. സോ ഞാൻ എപ്പോഴെപ്പോഴും ഞാൻ ഈ കോണ്ടന്റ് ലൈക്ക് ഇന്നെന്ത് വീഡിയോ ഇടും നാളെ എന്ത് വീഡിയോ ഇടും എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുക. സോ ഇതെൻ്റെ നോർമൽ ലൈഫിൽ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എല്ലാം ഒന്ന് ശരിയാവുക? മൈൻഡ് മൊത്തം ഒരു ഹലാക്കാണ്. എല്ലാം റെഡിയാവും. ഇറ്റ് ടേക്ക് ടൈംസ്, എവറിത്തിങ് ടേക്ക് ടൈംസ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എനിക്കും കുറേ സങ്കടങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ബട്ട് എല്ലാതും അതിനത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ എല്ലാം റെഡിയാവും. ഇറ്റ് ടേക്ക് ടൈംസ്. നമ്മൾ ദിവസം കഴിയുന്നവരും നമ്മളത് മറന്നു പോകും. ഞാൻ എപ്പോഴും ആലോചിക്കും മറവിയെന്ന് പറയുന്നത് എന്തൊരു നല്ലൊരു അനുഗ്രഹമല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നത്. സോ എവറിത്തിങ് ടേക്ക് ടൈംസ്. നിങ്ങൾക്ക് എൻ്റെ എനർജി കുറച്ച് ഡിമ്മായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി എനിക്ക് പനിക്കുന്നുണ്ട്. പനി വരുന്ന പോലെ ഒരു ഫീൽ വരുന്നത് എനിക്ക്. അതുകൊണ്ടാണ് ന്യൂസ് ഭയങ്കര എന്നെ ചിന്തിപ്പിച്ച ന്യൂസ് കേട്ടോ. ആസ്തറിക്കായി ജീവിക്കുന്നതിനെക്കാട്ടിലും മെസ്സിയായിട്ട് ജീവിക്കാനാണോ ഇഷ്ടം? ഈ ആസ്തറിക്കായിട്ട് എങ്ങനെ ജീവിക്കുക? ലൈക്ക് എനിക്ക് നോർമൽ ലൈഫാണ് ഇഷ്ടം. എൻ്റെ ഡെയിലി റുട്ടീൻ നടന്നു പോകണം. ആസ്തറിക്കായിട്ട് ജീവിക്കില്ല. ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ റീലിലൊക്കെ കാണാൻ പോലെ ജീവിക്കുന്നതാണോ? ഐ റിലേറ്റ് ആവുന്നു. ബട്ട് പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ ആസ്തറിക്കായിട്ടുള്ള ഡ്രസ്സുകളും റൂമൊക്കെ. എനിക്ക് എൻ്റെ റൂം ഒരു നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യണം. വൺ ഡേ നമ്മൾ ചെയ്യും. സോ എനിക്ക് നോർമൽ ലൈഫാണ് ഇഷ്ടം. ഇത്രയും നാളത്തെ ലൈഫിൽ നിന്നും മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തോന്നിയ ബെസ്റ്റ് അഡ്വൈസ്: ഒരാളും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളെ ഭയങ്കര കാര്യമാണ്. അല്ല, ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടാം അത്രയുള്ളൂ. ആരെയും തന്നെ നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലാത്ത ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. സ്കൂൾ ലൈഫിലെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഇത് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചൊരു ലോങ് സ്റ്റോറിയാണ്. ബട്ട് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ആളെ പേര് ഇവിടെ പറയണോ? വേണ്ട, അവളായിരിക്കും ഇവിടെ ആദ്യം കാണാം. ഓക്കെ, അപ്പം +2 നടക്കണം തോന്നുന്നുണ്ട്. ഇവിടെ ഞാനിങ്ങോട്ട് ഒരു എക്സാമിന് ഒപ്പിച്ചൊരു പണിയായിരുന്നു. ഒന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു മിഡ് ടേം എക്സാം പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആൻസർ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ എൻ്റെ പേപ്പർ അങ്ങോട്ട് കൊടുത്ത് അപ്പോഴത്തെ വാങ്ങിച്ചപ്പോഴത്തേനും സാറ് നമ്മൾ രണ്ടാളും തൂക്കി ഓഫീസ് റൂമിൽ കൊണ്ടായി. ആൻഡ് പിന്നെ അത് ആകെ പ്രശ്നമായി. പ്രിൻസിപ്പൾ വന്ന് ഇടപെട്ട് പ്രിൻസിപ്പൾ ഞാൻ കരഞ്ഞില്ല എന്നേ ഉള്ളൂ. അവളൊക്കെ പെരും കരച്ചിൽ. ഞാൻ കരഞ്ഞിക്കുന്നത് വേറെ കാര്യം. ആകെ സീനായി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എക്സാം ചെയ്തിട്ടുണ്ട്, അവളൊറ്റയ്ക്ക് എക്സാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോഴല്ലായിരുന്നു ആക്ച്വലി പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ അതവിടെ തീർന്നു. പക്ഷേ ഞാൻ പബ്ലിക് എക്സാം എഴുതുന്ന സമയപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എൻ്റെ ഹോൾ ടിക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു. സ്കൂളിൽ ഹോൾഡ് ചെയ്ത് വെച്ചു. എൻ്റെ അവളുടെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഞാൻ അതിൻ്റെ പുറകെ നടന്നിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. കാരണം ഡെയിലി നമ്മളെ സ്കൂളിലാണെങ്കിൽ ഇന്ന് യൂണിഫോം ഇട്ടിട്ട് വേണം പോയി വാങ്ങിക്കാൻ. ആക്ച്വലി ക്ലാസ് പോലും ഇല്ല, എക്സാമാണ്.
പബ്ലിക് നടക്കാൻ പോവാണ്. ലീവിൻ്റെ ടൈമിലാണ് അതൊക്കെ നടക്കുന്നത്. ഡെയിലി നമ്മൾ യൂണിഫോം ഇട്ടിട്ട് പോവുകയാണ് ഈ ഒരു ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട്. നമ്മൾ അവിടെ പോവും, അന്ന് പ്രിൻസിപ്പൾ ഇല്ല പറയും, ഇന്ന് ഹാൾ ടിക്കറ്റ് ഇല്ല പറയും. അങ്ങനെ 7 ദിവസം എന്തോ ഈ ഹാൾ ടിക്കറ്റിൻ്റെ ബാക്കിൽ നടക്കണം. അന്നെനിക്ക് ശരിക്കും ദേഷ്യം വന്നതിന് സങ്കടമായി, ഭയങ്കര സങ്കടമായി തോന്നി. അതാണ് എൻ്റെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ഒരു സ്കൂൾ ലൈഫ് ഓർക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അന്നത്തെ ദിവസമൊക്കെ എനിക്ക് സങ്കടം വരും. എല്ലാത്ത കോമഡി എന്താ വെച്ചാൽ ഇവളുടെ കൂടെ ഉള്ളതുകൊണ്ടെങ്കിൽ പിന്നെ അത്ര ഒരു ഇത് തോന്നിയിട്ടില്ലതാണ്. ഇവളും ഞാൻ ഒറ്റക്കാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ചു പോയി. ബട്ട് അവളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര വലിയ സീനില്ലായിരുന്നു. ദാറ്റ്സ് മൈ മോസ്റ്റ് സ്കൂൾ എക്സ്പീരിയൻസ്. ഒരു ഹാൾ ടിക്കറ്റിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ കുറേ കഷ്ടപ്പെടുത്തി. മിഡിൽ ചൈൽഡിൻ്റെ POV വെച്ചൊരു വീഡിയോ ചെയ്യട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എൻ്റെ അനിയത്തി കാണിച്ചു കൊടുത്തിരുന്നു. എൻ്റെ അനിയത്തിയാണ് എൻ്റെ വീട്ടിൽ മിഡിൽ ചൈൽഡ്. അപ്പോൾ പറഞ്ഞു എനിക്ക് കോണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം, നീ ചെയ്തു. ഞാൻ ചെയ്യട്ടോ. ഡ്രീം ഡെസ്റ്റിനേഷൻ. എനിക്ക് നോർവേ പോകണം ഭയങ്കര ആഗ്രഹം. നോർവേയിലും സ്വീഡനിലും പോകണം ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഫ്രാൻസ് പോകണമെന്നുണ്ട്, ജപ്പാനിൽ പോകണമെന്നുണ്ട്. എനിക്ക് പോകണം. ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലം പോകണം നിൽക്കട്ടെ. അവിടെയൊക്കെ പോകണം, ഇൻഷാ അല്ലാഹ് പോകണം. അപ്പോൾ ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. വാട്ട് ഈസ് ദ വൺ തിങ് യു വിഷ് പീപ്പിൾ നോ അബൌട്ട് യു? എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സംസാരിക്കാത്ത ജാടയെന്ന് വിചാരിക്കും. എനിക്കത് സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലോണ്ടാണ് പ്രശ്നം. അല്ലാത്തപ്പോൾ ഞാൻ അടിപൊളിയാണ്. സോ ഇത് കാണുന്നതിൽ പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്യും, ഞാൻ ഭയങ്കര അഹങ്കാരി ജാടയാണ്. ആക്ച്വലി ഞാൻ അങ്ങനെയല്ല. ഏറ്റവും ഇഷ്ടമുള്ള പേഴ്സൺ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേഴ്സൺ ആരാ? ഞാൻ തന്നെ കേട്ടോ. ഐ ലവ് മൈ സെൽഫ്. എനിക്ക് ഇന്ന് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, യൂട്യൂബ് ആൽഗോരിതം ടിപ്സ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും യൂട്യൂബ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതാണ് ബേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, അത് ഗ്രോ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഐ എം നോട്ട് സെയിങ് ഞാൻ ഭയങ്കര പീക്ക് ലെവൽ ഗ്രോത്തിലെത്തിയെന്നൊന്നുമില്ല. ബട്ട് നിങ്ങൾക്കൊരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നീശ് കണ്ടെത്തണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ, അതായത് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നീശ് കണ്ടെത്തുക. ആ നീശ് കണ്ടെത്തിയിട്ട് ക്വാളിറ്റി കോണ്ടൻറ്റ്സ് ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അത് ഡെയിലി പോസ്റ്റ് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള കോണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ 3 കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് കണ്ടു തുടങ്ങാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി പിന്നെ കുറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു. ഞാനത് പേര് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോയിട്ട് ചെയ്താൽ. സോ ഹായ് പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഹായ് 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 ഹായ്. സോ നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് 1 day 100K അടിക്കണം, 500K അടിക്കണം, 1 million അടിക്കണം. അങ്ങനെ നമുക്ക് ഉയരങ്ങളിൽ എത്തണം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നമ്മളത് നെക്സ്റ്റ് വീക്കിലി എപ്പിസോഡ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ.